ഒരെത്തും പിടിയില്ലാത്തൊരു പെർഫ്യൂം അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം. സാധാരണ ഏത് പെർഫ്യൂം ഉണ്ടെങ്കിലും എനിക്ക് ഈസി ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇതിന്റെ മണം അതാണ് ഇതാണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞത് ഇതിന്റെ മണം എന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് പോലും അറിയില്ല. ഇത്രയും പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇതിന്റെ മണം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, 2-3 പെർഫ്യൂം വാങ്ങി, അതിൽ ഒരെണ്ണം എനിക്ക് സെയിലാക്കി തരണം, ആഗ്രഹിച്ച് വാങ്ങിയതാണ്, പക്ഷെ ഇപ്പം പൈസക്ക് ഇത്തിരി ടൈറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് വിറ്റ് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, പെർഫ്യൂം ഏതാ? കെൻസോ. അപ്പൊ എന്റെ മനസ്സിൽ കെൻസോ എന്നുള്ളൊരു ബ്രാൻഡ് മനസ്സിൽ കിടപ്പുണ്ട്. പണ്ടേ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഫ്രാഗ്രൻസ് റിവ്യൂസിലൊക്കെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു പെർഫ്യൂമാണ് കെൻസോ. പക്ഷെ എന്തോ വാങ്ങണമെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പം ഇവൻ കൊണ്ടുവരുമല്ലേ, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ അവൻ റീറ്റെയിൽ പാക്ക് പൊട്ടിക്കാത്ത പീസ് കൊണ്ടുവന്നു. അവൻ എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എന്റെ കയ്യിൽ കുറേ ദിവസം ഇരുന്നു, ഞാനത് പൊട്ടിച്ചു നോക്കിയില്ല. അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് പെർഫ്യൂംസ് റിവ്യൂ ചെയ്തു. ഒരുപാട് പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ അടുത്തേക്കേ പോയില്ല. പക്ഷെ എന്റെ മേശപ്പുറത്ത് അത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസമായപ്പോൾ കുളിച്ച് ഫ്രഷായി അത്യാവശ്യം പെർഫ്യൂംസ് ഒക്കെ ട്രൈ ചെയ്തു. ഒരു വേറെ ട്രൈ ചെയ്യാനൊന്നുമില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് കെൻസോ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കവർ പൊട്ടിച്ച് അടിച്ചു. ആ നിമിഷം തന്നെ ആദ്യത്തെ സ്പ്രേയിൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ ഞാൻ ഒരു ടെസ്റ്റർ പാക്ക് ഞാൻ വാങ്ങുന്ന സെല്ലറിനോട് പറഞ്ഞു, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 2 ടെസ്റ്റർ വേണമെന്ന് പറഞ്ഞു. ഒരെണ്ണം എന്റെ പേഴ്സണൽ ആവശ്യത്തിന്, ഒരെണ്ണം എനിക്ക് റിവ്യൂ ചെയ്യാനും വേണ്ടിയിട്ട്. അങ്ങനെ വാങ്ങിയതാണിത്. പക്ഷെ എന്റെ സുഹൃത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പെർഫ്യൂം സെയിലായിട്ട് കൊടുക്കേണ്ടതുകൊണ്ട് ഞാനത് കൊടുത്തു. ഞാനത് വേറൊരു സബ്സ്ക്രൈബറിന് ഞാനത് നല്ലൊരു റേറ്റിന്, നല്ലൊരു ഡീലിന് ഞാനത് കൊടുത്തു. അദ്ദേഹം വളരെ ഹാപ്പിയായി. സത്യം പറയാലോ, ഞാനൊരു 5000-ലധികം പെർഫ്യൂംസ് ഞാൻ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും എന്നെ എപ്പോഴും എന്താ പറയാ, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്നത് ചില പെർഫ്യൂംസ് മാത്രമേ ഉള്ളൂ. ഒട്ടുമിക്കതിനും മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂമിന്റെ ഒരു സാന്നിധ്യം, അതിന്റെ ഏതെങ്കിലും ഒരു ചുവ ഉണ്ടാവും. പക്ഷെ കെൻസോ ഹോം EDPക്ക് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂമായിട്ട് ബന്ധമില്ല. ഒരു പെർഫ്യൂമായിട്ടും ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. അതുകൊണ്ടാണ് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് 2 ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തത്. ഒന്നും പറയാനില്ല, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട സാധനം. എന്റെ ഭാഗത്ത് നിന്ന് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. ഇപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ബ്ലൂ ഡേ ഷാനൽ ഉണ്ട്, കെൻസോ EDP ഉണ്ടെന്ന് പറഞ്ഞ്, ഒരു പെർഫ്യൂം ലവർ എന്ന നിലയ്ക്ക്, ഒരു കളക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പറയും കെൻസോ. അതിൽ ഒരു സംശയമില്ല. ബ്ലൂ ഡേ ഷാനലിന്റെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 2 കെൻസോ EDP വാങ്ങാം. അത്രയ്ക്ക് അടിപൊളി പെർഫ്യൂമാണ് കെൻസോ EDP. ഇനി പെർഫ്യൂമിലേക്ക് വരാം. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്നത് ടെസ്റ്റർ ആണ്. ടെസ്റ്റർ ബാച്ച് എന്ന ഭാഗ്യത്തിന് കിട്ടി. 110 ml ആണ് ഇതിന്റെ അളവ്. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ഇതിന്റെ EDT ഇന്റൻസ് ഉണ്ടെന്നും പറയുന്നു. അത് ഇതിനേക്കാൾ ബീസ്റ്റ് ആണെന്നും പറയുന്നുണ്ട്. ഞാൻ ഇതിൽ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഇതിന്റെ EDT ഇന്റൻസ് ഞാൻ വാങ്ങും, ഉറപ്പായിട്ടും വാങ്ങും. എനിക്ക് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഹൈപ്പ് കൊടുക്കത്തില്ല ചില പെർഫ്യൂംസിനൊക്കെ, പക്ഷെ ഇത് റഡാറിൽ പെടാത്ത അണ്ടർറേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് കെൻസോയുടെ ഈ ഒരു പെർഫ്യൂം. നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങൾ വാങ്ങണം. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 5C02 ഇതാണ് ബാച്ച് കോഡ് വരുന്നത്. EDP ടെസ്റ്റർ പാക്ക്, വേറൊന്നുമില്ല. മെയ്ഡ് ഇൻ ഫ്രാൻസ്. ഈ പെർഫ്യൂം 2022 ഇറങ്ങിയത്. ക്വിന്റിൻ ബിഷ് എന്നുള്ളൊരു പെർഫ്യൂമർ. അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂംസിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന ഇദ്ദേഹമാണ് അതിന്റെ മാസ്റ്റർ പെർഫ്യൂമർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പല ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഇദ്ദേഹമാണ് നിർമ്മിച്ചത്. ഇപ്പം അമോജ ആണെങ്കിലും ഡോൾച്ചെ ആൻഡ് ഗബാന ആണെങ്കിലും, ഇതിന് അസാറ വാണ്ടഡ് ബൈ നൈറ്റ്, അത് ഇദ്ദേഹമാണ് അത് നിർമ്മിച്ചത്. ഈ പെർഫ്യൂമിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് മറൈൻ, ലെതർ, പച്ചുളി, അരോമാറ്റിക്, വുഡി, അനിമലിക്, സോൾട്ടി, വാം സ്പൈസി, അക്വാറ്റിക്, എർത്തി. ഒരെത്തും പിടിയില്ലാത്തൊരു പെർഫ്യൂം അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം. സാധാരണ ഏത് പെർഫ്യൂം ഉണ്ടെങ്കിലും എനിക്ക് ഈസി ആയിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇതിന്റെ മണം അതാണ് ഇതാണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞത് ഇതിന്റെ മണം എന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് പോലും അറിയില്ല. ഇത്രയും പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇതിന്റെ മണം എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. ഇതിന്റെ നോട്ട് പറയാം. നോട്ട് അതിലും വലിയ സിമ്പിൾ ആണ്. 3 നോട്ടേ ഉള്ളൂ. ടോപ്പ് നോട്ട് സീ നോട്ട്സ്, കടലിന്റെ നോട്ടുകൾ. മിഡിൽ നോട്ടിൽ ലെതർ, അത് കിട്ടില്ല നമുക്ക്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ലെതർ കിട്ടില്ല, അത് വിട്ടേക്ക്. ബേസ് നോട്ടിൽ പച്ചുപൊടി, ഈ 2 നോട്ട് നമുക്ക് കിട്ടും. സീ നോട്ട്സും പച്ചുപൊടിയും ലെതർ നമുക്ക് അത്ര കിട്ടില്ല. ഈ 3 നോട്ട് വെച്ച് ഇയാൾ എന്ത് പരിപാടി ചെയ്യുന്ന എനിക്കറിയില്ല. 3 നോട്ട്, പക്ഷെ ഈ 3 ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു DNA. ഇത് 3 ചേരുമ്പോൾ വരുന്ന മണം നമുക്ക് ഒരിക്കലും വാക്കുകൊണ്ട് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു മണമാണ്. അത് എങ്ങനെ എനിക്ക് കൺവേ ചെയ്യണമെന്ന് അറിയില്ല. സാധാരണ എന്തെങ്കിലും ഒരു കഥ ഒപ്പിച്ച് ഞാൻ പറയും, മണം നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതിന് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. ബോട്ടിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ അത്രയും പറയേണ്ടി വന്നത്. ബോട്ടിൽ ഒരു പ്രത്യേകതരം ബോട്ടിലാണ്, ഉണ്ടല്ലേ, മുളന്തണ്ട് പോലുള്ള ഒരു ബോട്ടിൽ. മുളന്തണ്ട്, അതുപോലെ തന്നെ ഈ ജപ്പാനിലൊക്കെ സമുറൈസ് ഒക്കെ ഉപയോഗിക്കുന്ന കറ്റാന, ആ ഒരു വാളുണ്ടല്ലോ, അതിന്റെ പിടി പോലെയും തോന്നുന്നുണ്ട്. ശരിക്കും ഒരു മുളയാണ് അതിന്റെ തീം കൊടുത്തിട്ടുള്ളത്. താഴെ ബാച്ച് കോഡ് കാണാം, 5C02. ഇവിടെ ടെസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. EDP ക്യാപ്പ് പ്ലാസ്റ്റിക് ആണ്, കുഴപ്പമില്ല, അത്യാവശ്യം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിളിച്ച് പൊക്കിയാലും ഊരി പോകുന്നൊന്നുമില്ല, ടൈറ്റ് ആണ്.
ഇവിടെ ഒരു ഡീപ് ബ്ലൂ നിറത്തിലെ കെൻസോയുടെ ലോഗോ കാണാം. കയ്യിൽ ഹോൾഡ് ചെയ്യാൻ സ്ലീക്ക് ആൻഡ് സ്ലിം ആണ്. സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ് ഇതിന്റെ സ്പ്രെയർ. എനിക്കറിയില്ല ഇതിന്റെ മണം എങ്ങനെ എനിക്ക് കൺവേ ചെയ്യണമെന്ന് എനിക്കറിയില്ല. സത്യം ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ശരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിന്റെ തീം ഞാൻ പറഞ്ഞുതരാം. എങ്കിലും നിങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല, ഒരു പെർഫ്യൂമായിട്ട് ബന്ധമില്ല. എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് അർദ്ധരാത്രിയിൽ നല്ല തണുപ്പുള്ള സമയം, ഒരു 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെ കടപ്പുറത്ത് പോയിട്ട് കടലിനടുത്ത് നിൽക്കണം. ഒരു ഡീപ് ബ്ലൂ ഓഷ്യനിക് സ്മെൽ ആ സമയത്ത് വരും. കടല് ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് അർദ്ധരാത്രി ഒരു 2 മണി, വെളുപ്പാങ്കല 2 മണിക്ക് കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു കടലിന്റെ തണുത്ത സ്മെല്ല്, തണുത്ത മണം. അത് ചിലപ്പോൾ കടൽ പായലിന്റെ മണം ഉണ്ടാവാം, കടലിന് അഗാധ ഗർത്തത്തിൽ വിളയുന്ന പൂക്കളുടെ മണം ഉണ്ടാവാം, അല്ലെ? സമുദ്രത്തിനിടയിൽ ഒരുപാട് പല നിറത്തിലുള്ള സസ്യലതാദികളുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു സ്മെൽ ഉണ്ടാവാം. ഈ കടലിന്റെ ഒരു കടൽ കാറ്റിന്റെ മണം ഉണ്ടാവും, കടലിൽ ഒരു സോൾട്ടി സ്മെൽ ഉണ്ടാവാം, പിന്നെ തണുത്ത മണവും ഇതൊക്കെ ചേർന്ന് ഒരു ഡീപ് ബ്ലൂ ടൈപ്പ് സ്മെൽ. ഇതൊരു ഡീപ് ബ്ലൂ നിറമാണ് ഈ ബോട്ടിലിന്. രാത്രിയിലെ ആ അന്ധകാരത്തില് കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ തണുത്ത മണവും കടലിന്റെ ആ ഒരു വശ്യത, അനന്തമായിട്ട് പരന്നടക്കുന്ന കടലിന്റെ ആ ഒരു അഗാധത്തിന്റെ മണവും, ആ ഒരു സ്മെല്ലാണ് ഇതിന്റെ ഒരു മറൈൻ നോട്ടിനുള്ളത്. പക്ഷേ ഈ പെർഫ്യൂം നമുക്ക് സമ്മർ സീസണിൽ ഉപയോഗിക്കാം, അതാണ് വേറൊരു പ്രത്യേകത. ഇനി ഈ രാത്രിയിലെ ഈ കടലിന്റെ മണം രാത്രിയിൽ പോയി നിന്നിട്ട് അത് ആസ്വദിച്ചതിന് ശേഷം നിങ്ങൾ നേരെ പോകുന്നത് ഒരു ഉൾക്കാടിലേക്ക്. ആ കാട് മനുഷ്യസ്പർശം ഏറ്റിട്ടില്ലാത്തൊരു കാട്, പല നിറത്തിലുള്ള സസ്യലതാദികൾ ഉളഞ്ഞു നിൽക്കുന്ന ഒരു കാട്. ഇന്നേ വരെ വേറെ മനുഷ്യന്മാരൊന്നും പോയിട്ടില്ല അങ്ങനെയുള്ളൊരു കാട്, ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു കാട്. അതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ഫീൽ. ഒരേ സമയം കാടിന്റെ വന്യതയും കടലിന്റെ ആഴവും, ഇത് രണ്ടുമാണ് ഈ പെർഫ്യൂമിന്റെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മിസ്റ്റീരിയസ് ആയിട്ടുള്ള നോട്ടുണ്ട്, എന്നാൽ അക്വാട്ടിക് ആണ്, ഫ്രഷ് ആണ്. ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരു ഡാർക്ക് ഡീപ് ബ്ലൂ സ്മെല്ലും അക്വാട്ടിക് മറൈൻ സ്മെല്ലും. എനിക്ക് രാത്രിയിൽ ഇത് അടിച്ചിട്ട് കടൽ തീരത്ത് പോയി നിൽക്കുന്നതാണ് എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു രീതിയിലായിരിക്കില്ലേ. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ നോക്കാം. അതുപോലെ തന്നെ ഇത് കുറെ കഴിയുമ്പോൾ ഈ 2 നോട്ട് മാറി വേറെ ഏതോ ഒരു മണം വരും. അത് പറയാൻ കാരണം, ഞാൻ ഈ സാധനം രാവിലെ 4 സ്പ്രേ അടിച്ചു. കഴുത്തിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് 2 സ്പ്രേ അടിച്ചു. രാവിലെ എനിക്ക് തോന്നുന്നു 9:30 ആയിക്കാണ് കുളിച്ച് ഫ്രഷ് ആയിട്ട്. രാത്രി 9:30 ആയി. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കാണുന്നു, എന്റെ മുറിയിൽ ഇരിക്കുകയാണ്. ഒരു മണം വരുവാണ് എന്റെ മുറിയിൽ നിന്ന്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, എവിടെ നിന്നാണ് ഈ മണം വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഷർട്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ലോങ്ജിവിറ്റി അറിയാൻ വേണ്ടിയിട്ട്. ഷർട്ടിൽ മണം വരുന്നുണ്ട്, പക്ഷെ വേറെ എന്തോ ഒരു മണം എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ പോകുന്നിടത്തേക്ക് ഈ മണം വരുമ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. എന്റെ കഴുത്തിന് താഴെ അടിച്ചിരിക്കുന്ന ഈ 2 സ്പ്രേയിൽ നിന്നാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു മണം വരുന്നത്. അതിനെന്തോ ഒരു ഇൻസെൻസിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പെർഫ്യൂം. അപ്പോൾ നിങ്ങൾ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഭയങ്കര യുണീക്ക് ആയിരിക്കണം, എന്താ പറയുക, ആരുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം ആയിരിക്കണം. ഒരു 1000-1500 പെർഫ്യൂം എടുത്താൽ അതിൽ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞാൽ ഒരു ഫ്രഷ് പെർഫ്യൂമിൽ ഞാൻ ഇത് പറയും. അപ്പം അതുപോലെ ഒരു യുണീക്ക് ആയിട്ടുള്ള സ്മെല്ല്. അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്തപ്പോൾ ഒരു പൗഡറിന്റെ ഒരു ഓർമ്മ എനിക്ക് മനസ്സിൽ വന്നു. അതിന്റെ മണം ഇത് തന്നെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നത് ആ ഒരു മണമാണ്. കുട്ടിക്കുറിയോടൊപ്പം തന്നെ നമ്മൾ മറന്നുപോയൊരു മണമുണ്ട്. പണ്ട് ഒരു ടാൽക്കം പൗഡർ ഉണ്ട്, സെഡ് എന്ന് എഴുതിയിരിക്കും. സെഡ് ഒരു ബർഗണ്ടി നിറത്തിലുള്ള ഒരു ടാൽക്കം പൗഡർ, സെഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന് ആ കാലത്ത് ഇറങ്ങിയപ്പോൾ തന്നെ അതിനൊരു മോഡേൺ സ്മെല്ലായിരുന്നു. എന്റെ മനസ്സിലുള്ള ഓർമ്മയാണ്. പക്ഷെ അതുപോലെ ഒരു പൗഡറി ക്വാളിറ്റി എവിടെയുണ്ട്. ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ഒരു പൗഡറി ക്വാളിറ്റി സ്മെല്ലുണ്ട്, ഒരു സോപ്പി ക്ലീൻ പൗഡറി ക്വാളിറ്റി സ്മെല്ല്. ഡ്രൈ ഡൗണിലാണ് ആ മണം വരുന്നത്. എല്ലാം കൊണ്ടും 10-ൽ 10 കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. എനിക്ക് കൂടുതലൊന്നും പറയാം, നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം, ഞാൻ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഒരുപാട് പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഈ ട്രൈ ചെയ്ത് മടുത്തിട്ടായിരിക്കും നിങ്ങൾ പുതിയത് ഏതുണ്ടെന്ന് അന്വേഷിക്കുന്നത്. ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു പുതിയൊരു ടൈപ്പ് സ്മെല്ല്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഇതിന്റെ ലോങ്ജിവിറ്റി ഭയങ്കര ലോങ്ജിവിറ്റിയാണ്. ഏകദേശം 8-9 മണിക്കൂർ ഫുൾ ഡേ നിൽക്കുന്നുണ്ട്. എന്റെ ഷർട്ടിൽ അടിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഷർട്ടിൽ മണം വരുന്നുണ്ട്. ഞാൻ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ആ സൈഡിൽ അങ്ങനെ ആകെ തൂക്കിയിട്ടുണ്ട്. ടോയ്ലറ്റിലേക്ക് അത് തുറക്കുമ്പോൾ ഈ സ്മെല്ല് വരും, ഇതിന്റെ മണം വരും. ഷർട്ടിന്റെ ഈ ഭാഗത്താണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ മണം നന്നായിട്ട് വരുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ട് മണം അവിടെ തന്നെ ഉണ്ട്, നല്ലപോലെ റിമൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ബോഡിയിലും അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ലോങ്ജിവിറ്റി ഒരു 7-8 മണിക്കൂർ ഒരു ദിവസം മുഴുവൻ നിൽക്കുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ അടിച്ചത് 8 സ്പ്രേ ആണ്. 8 സ്പ്രേ അടിക്കുക, ഒരു ദിവസം മുഴുവൻ നിൽക്കും. പ്രൊജക്ഷൻ ഒരു റൂം ഫില്ലർ അല്ല, ഒരു വീട് മുഴുവനും ഫില്ല് ചെയ്യും. അതാണ് ഇതിന്റെ പ്രൊജക്ഷൻ. ഭയങ്കര ന്യൂക്ലിയർ പ്രൊജക്ഷൻ ആണ് ആദ്യത്തെ 3 മണിക്കൂർ. ചിലർക്ക് ഇത് ഓവർ പവറിങ് ആയതുകൊണ്ട് ചിലപ്പോൾ നോസ് ബ്ലൈൻഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. അവർക്ക് തോന്നും മണം ഇല്ല എന്നുള്ളൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഓവർ പവറിങ് ആകുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഭയങ്കര മോൺസ്റ്റർ ലെവൽ പ്രൊജക്ഷൻ ഉണ്ട്. ലോങ്ജിവിറ്റിയും അപാര ലോങ്ജിവിറ്റിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാതിരിക്കരുത്, ഒരിക്കലും സ്കിപ്പ് അടിക്കാൻ പാടില്ലാത്ത പെർഫ്യൂം. ഇതുപോലുള്ള യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം വരുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ ഒരു ഉത്സാഹം വരുന്നത്. 2026 ഞാൻ ട്രൈ ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫ്യൂമാണ് കെൻസോ
അണ്ടർറേറ്റഡ് ആണ്. ഇത്തിരി കിട്ടാൻ ഇത്തിരി പാടാണ്. ഇപ്പൊ റേറ്റ് വരുന്നത് ഏകദേശം 100 ml 800 അടുപ്പിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ചീപ്പായിട്ടുള്ള പെർഫ്യൂം അല്ല. ട്രൈ ചെയ്തിട്ടേ വാങ്ങൂ. ഒരു കാരണവശാലും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. ട്രൈ ചെയ്യുക. ഇപ്പം ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റുന്ന കാലാവസ്ഥ, എനി വെതർ, എനി സീസൺ, എനി ഒക്കേഷൻ, ഏത് കാലാവസ്ഥയിൽ ഏത് പരിപാടികൾക്ക് പഠിക്കാം. രാത്രിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭീകര പെർഫോമൻസ് ആയിരിക്കും. എന്നാലും ഏത് കാലാവസ്ഥയിൽ അടിക്കാം. ഓഫീസിൽ ഇരിക്കുമ്പോഴോ പുറത്ത് പോകുമ്പോഴോ വെയിലത്തോ എപ്പോൾ വേണമെങ്കിൽ അടിക്കാം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണ് കെൻസോ. ഒരു കാരണവശാലും നിങ്ങളത് സ്കിപ്പ് അടിക്കരുത്. വർത്ത് ബൈ ആണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് ബ്ലൂ ഡേ ഷാൻഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും, ഡിയോർ സവാഷ് എടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എടുക്കില്ല. ഞാൻ ഇതേ വാങ്ങും. ഇത് മാത്രമേ വാങ്ങും, വേറെ ഒന്നും വാങ്ങില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. അല്ലാതെ എനിക്ക് ഇവരാരും എനിക്ക് പൈസ തരുന്നതല്ല. ഇതിനെ പൊക്കി പറയുമ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരും തോന്നി ഇതെല്ലാം കയ്യിലെ പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. എങ്കിലും സത്യസന്ധമായിട്ട് പറയണ തോന്നി മസ്റ്റ് ബൈ ആണ് ഈ പെർഫ്യൂം. പെർഫ്യൂം ബോഡിയിൽ അടിക്കണോ വസ്ത്രത്തിൽ അടിക്കണോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വസ്ത്രത്തിൽ അടിക്കുന്നതായിരിക്കും നല്ലത്. ബോഡിയിൽ ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയിലും ചൂടിലും ബോഡിയിൽ അത്ര നേരം നിൽക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ചിലർക്കെങ്കിലും വസ്ത്രത്തിൽ അടിക്കുന്നതിനേക്കാൾ ബോഡിയിൽ ലാസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു ബോഡിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വസ്ത്രത്തിലും ട്രൈ ചെയ്ത് നോക്കുക. എവിടെയാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് അവിടെ അടിക്കും. ഓക്കെ, നമ്മൾ 10 ml ആക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങുക. വർത്താണ് ഈ പെർഫ്യൂം. ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഇതിന്റെ EDP ഇന്റൻസും ഞാൻ ഉടനെ വാങ്ങുന്നുണ്ട്. അതിനും ഭയങ്കര ഹൈപ്പാണ്. അതുപോലെ തന്നെ പെർഫോമൻസ് അന്യായ പെർഫോമൻസ് ആണെന്നാണ് കേൾക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഉടനെ EDP ഇന്റൻസ് ഞാൻ വാങ്ങുന്നുണ്ട്. EDP ഇന്റൻസ് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. കമന്റിൽ ഇത് വാങ്ങാനുള്ള മൊബൈൽ നമ്പറും ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാനാണ്.